വളാഞ്ചേരി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം വിദ്യാകിരണം മിഷൻ പദ്ധതി പ്രകാരം 3,90,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ചൊവ്വാഴ്ച നടക്കും. വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബന്ധപ്പെട്ടവരാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് നാളെ പണിയുന്നത്. ഇരുമ്പം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഗവൺമെൻറ് സ്കൂള് ഉള്ളതാണ് ഒന്നാണ്. സാധാരണക്കാരുടെ സ്കൂളായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 50 ഫണ്ട് ഉപയോഗിച്ച് 3,90,00,000 രൂപ ചെലവഴിച്ചാണ് ഈ ബിൽഡിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ബിൽഡിംഗാണ് നാളെ ഉദ്ഘാടനം 11:30 മണിക്ക് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ അവറുകൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ, HMC PT അംഗങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി, ആ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് ഇരുമ്പിളിയം ഗവൺമെൻറ് ഹൈസ്കൂള് NSSന്റെ നേതൃത്വത്തിൽ വീട് 100ാം വാർഷികത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട VD സതീശനടക്കമുള്ള ആളുകൾ വന്നിട്ട് 100ാം വാർഷികത്തിൻ്റെ അതിൻ്റെ സമാപനവും നാളെയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒരു കൂട്ടായ്മ നാളെ അവിടെ ഉണ്ടാവും. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കായിക വഖഫ് വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം MLA പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനാകും. മുഖ്യാതിഥി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ആയിരിക്കും. പരിപാടികൾ രാവിലെ 9 മണിക്ക് വലിയ കുന്നിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടന പ്രതിനിധികൾ, ക്ലബ്ബ് പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് VT അമീർ, PTA വൈസ് പ്രസിഡന്റ് സോമൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ GS ശ്രീലേഖ, പ്രധാനാധ്യാപിക K ജീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3,90,00,000 രൂപ ചെലവഴിച്ച് 18 ക്ലാസ് മുറികളുള്ള വലിയ ബിൽഡിംഗാണ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 11ഓളം ഹയർ സെക്കൻഡറി ബാച്ചുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 10-18 ഡിവിഷനുകളും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഈ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനം എന്നുള്ളത് അതിൻ്റെ പഠന നിലവാരത്തെ എല്ലാ രീതിയിലും സ്വാധീനിക്കും. അത് നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്കൂള് മുൻനിരയിലാണ്. ഇനിയും ഇത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുടെ അഭാവവും ഇനിയുള്ള പുതിയ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഉപയോഗിക്കപ്പെടുന്നതായിരിക്കും. ധാരാളം ക്ലാസ് മുറികളുള്ള നല്ലൊരു ബിൽഡിങ്ങാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാലത്ത് 9 മണിക്ക് വലിയൂന്ന് അങ്ങാടിയിൽ നിന്നും കുട്ടികളുടെ മനോഹരമായ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരം വരെ ആ സ്കൂളിൽ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രമുഖ വ്യവസായികളും അതുപോലെ തന്നെ ഇരുമ്പിളിയം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട, ഇരുമ്പിളിയം ഗ്രാമവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ ആ സ്കൂളുമായി സഹകരിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടിവെള്ള വിതരണം മുതൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് വളരെ വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ആ സംരംഭത്തിലേക്ക് സ്കൂളിന് വേണ്ടി ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ലാബ് ലൈബ്രറി കെട്ടിടം ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതിയോടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1974 പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൻ്റെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപനവും കൂടി നടക്കുകയാണ്. കുട്ടികളുടെ വിവിധ പരിപാടികളോടെയാണ് 50ാം വാർഷികത്തിൻ്റെ സമാപനവും ഈ പരിപാടിയോടൊപ്പം നടക്കുന്നത്. മികച്ച വിദ്യാഭ്യാസം, ഉറച്ച തൊഴിൽ, എംപയർ ജീവിത വിജയത്തിന്റെ എംപറർ.
Aspire College of Science, Mungdal, Kuttipuram, Malappuram.